ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മക്കൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നു, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്കിവിടെ കുക്കർ ചൂടാക്കുക. എന്നിട്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ 1.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. എന്നിട്ട് കറിവേപ്പില, പിന്നെ പച്ചമുളക് ഞാനിവിടെ 2 എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ സവാളേൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 4 ചെറിയുള്ളിയും ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. സവാള ഒഴിവാക്കിയിട്ട് ചെറിയുള്ളി ആഡ് ചെയ്യുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കടല ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ കടല കുതിർത്തി വെച്ചതാണ്. അപ്പോൾ ഇത് 2 ദിവസം മുന്നേ കുതിർത്തിയിട്ട് ഞാൻ ഫ്രിഡ്ജിലൊന്ന് എടുത്ത് വെച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കടല നന്നായിട്ട് കുതിർത്തിയിട്ട് തന്നെ എടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 2 പച്ചക്കായും കൂടി തൊലി കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇവിടെ കടല എന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് കുതിർന്ന് വന്നാൽ ഇത് രണ്ടും ഒരുമിച്ചിട്ട് നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഇത് നമുക്കൊരു 5 വിസിൽ വരുന്നവരെ കേട്ടോ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഇതാ 5 വിസിൽ വന്ന് അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ കടലയും പച്ചക്കായൊക്കെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ ഞാൻ എടുത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായതാ, പ്രസ് ചെയ്തപ്പം തന്നെ മനസ്സിലാകുന്നുണ്ടോ നമ്മളെ കടല നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് തേങ്ങ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കട്ടോ. ഇവിടെ ഇപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നില്ലോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു തേങ്ങയും കുറച്ചൊന്ന് കുക്കായിട്ട് വരുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൽ കുറച്ചൊരു വെള്ളം ഉണ്ടാവും, നമ്മൾ 1/4 കപ്പ് വെള്ളം ചേർത്തല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളവും കുറച്ചൊന്ന് വറ്റി വരുന്നവരെ ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി തേങ്ങയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്